Hi guys, welcome back to Betty Vlogs. This video is especially for one of my subscriber who had asked me how I manage my baby at the same time find time for myself. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഒരുപാട് ന്യൂ മോംസിലേക്ക് എത്തുവാണെങ്കിൽ അവർക്കും അത് കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എന്തെങ്കിലും പുതിയതായിട്ടുണ്ട്, ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ. ആൻഡ് ഓൾസോ ഒരു ഡിസ്ക്ലെയിമർ പോലെ എനിക്ക് പറയാനുള്ളത്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റോങ് ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ ഇത് ശരിയല്ലല്ലോ, ഒഫെൻസീവ് ആയിട്ടൊക്കെ തോന്നാം. സോ ഡോണ്ട് ഫോളോ. അപ്പോൾ ഒരു റിയലിസ്റ്റിക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ അടുത്ത എപ്പോഴെങ്കിലും ചെയ്യാം. ഇതിനകത്ത് എല്ലാം കൂടി എങ്ങനെ ക്ലബ് ചെയ്യുന്ന വലിയ ഐഡിയ കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ബേബി എപ്പോഴും കരയുന്നത് പാൽ കുടിക്കാൻ വേണ്ടി മാത്രമല്ല, പല പല റീസൺസ് ഉണ്ട്. മോസ്റ്റ് കേസസ് ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ആദ്യം കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ട് ബേർപ്പ് ചെയ്യിക്കുകയാണ് ചെയ്യേണ്ടത്. മിക്ക കേസസിലും ബേർപ്പിൻ്റെ ഇഷ്യൂ തന്നെയായിരിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഡയപ്പർ ചെക്ക് ചെയ്യുക, അവരുടെ ഡ്രസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, നനവോ അങ്ങനെ എന്തെങ്കിലും. ചില കുട്ടികൾ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മിൽക്ക് സപ്ലൈ ഇല്ലേ, എന്താണ് പറ്റിയത്. അത് പാനിക് ആവേണ്ട കാര്യമില്ല, അതും ഗ്യാസിൻ്റെ ഇഷ്യൂ ആണെന്നാണ് ഞാൻ കണ്ടെത്തിയത്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും ഫീഡിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ബേബിയെ അപ്രൈറ്റ് എടുത്തിട്ട് ബേർപ്പ് ചെയ്യിപ്പിക്കണം. അപ്പോൾ മിക്കപ്പോഴും എന്താണ് ഇങ്ങനെ ഏമ്പക്കമായിട്ട് പോവും. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെയും ഫീഡ് ചെയ്യും. പിന്നെ അതുപോലെ കുഞ്ഞ് പാൽ കുടിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് എന്തായാലും അപ്രൈറ്റ് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് ബേർപ്പ് ചെയ്യിപ്പിക്കാൻ നോക്കുക. ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെ ബേർപ്പ് പുറത്തേക്ക് വരില്ല, സൗണ്ട് നമ്മൾ കേൾക്കാൻ പറ്റില്ല എന്നാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ചു നേരം അപ്രൈറ്റ് ഹോൾഡ് ചെയ്തിട്ട് കിടത്തുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചരിച്ച് കിടത്തുക ലെഫ്റ്റ് സൈഡിലേക്ക്. അങ്ങനെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ സ്ലീപ്പ് സൈക്കിള്, ബേബിയുടെ സ്ലീപ്പ് സൈക്കിള്. സോ വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് സ്ലീപ്പ് ട്രെയിനിങ്. ഒരു ബേബിയെ എങ്ങനെ സ്ലീപ്പ് ട്രെയിനിങ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അത് എല്ലാവർക്കും വർക്കാവുമെന്ന് എനിക്കറിയില്ല. എല്ലാ ബേബീസും ഡിഫറെൻ്റ് ആണ്, എല്ലാത്തിനും പല പല സ്വഭാവങ്ങളാണ്. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. എന്നാലും ഒരുപാട് ഡോക്ടേഴ്സ് അടക്കം പറഞ്ഞു കേട്ടിരിക്കുന്നത്, ഈ ബേബീസിനെ ഡേ ലൈറ്റിൽ നമ്മൾ ഒരു ഇരുട്ട് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു നൈറ്റ് എഫക്റ്റ് കൊണ്ടുവരാൻ നോക്കരുത്. പകൽ സമയങ്ങളിൽ ബേബി ആ വെളിച്ചത്തിലും, ഇപ്പോൾ വീട്ടിലാണെങ്കിൽ വീട്ടിലെ സൗണ്ടൊക്കെ കേട്ടിട്ടും ആ സൗണ്ടിൽ തന്നെ കിടന്ന് ഉറങ്ങണം. ആൻഡ് അറ്റ് നൈറ്റ് ബേബി എപ്പോൾ നമ്മളൊരു 10 മണിക്ക് ഉറക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. 10 മണിക്ക് കൊണ്ടുപോകുമ്പോൾ ലൈറ്റ്സ് ഡിമ്മാക്കുക, ചെറിയൊരു വെളിച്ചം മതി. ആൻഡ് ഓൾസോ എന്താണ്, അപ്പോൾ ആ സമയത്ത് ഒച്ചയും ബഹളമൊന്നും പാടില്ല. ആൻഡ് ഓൾസോ ചിലപ്പോൾ നമ്മൾ കൊച്ചിനെ ഉറക്കാൻ കൊണ്ടുപോകുമ്പോഴായിരിക്കും ഇവർക്ക് അങ്ങ് കളി ഇളകുന്നത്. അവർ ഭയങ്കര ക്യൂട്ട്നെസ് കാണിക്കും, ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അധികം ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കരുത്. നമുക്കിത് കാണുമ്പോൾ ഹായ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തോന്നും, പക്ഷെ അധികം പ്രോത്സാഹനം കൊടുക്കരുത്. കാരണം ചെറിയ കാര്യങ്ങൾ അവർക്ക് ഭയങ്കര സ്റ്റിമുലേഷൻ ഉണ്ടാക്കും. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു ഡേ ലൈറ്റും നൈറ്റും തമ്മിൽ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, നൈറ്റ് ആവുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും കിടക്കാൻ കൊണ്ടുപോവാണ്. അങ്ങനത്തെ ഒരു ഐഡിയ നമ്മൾ വിശ്വസിക്കാൻ പാടാണ് ഇത്രയും ചെറിയ കുട്ടികൾക്ക് പറ്റുമെന്ന്, ബട്ട് ദേ വിൽ ഗെറ്റ് എൻ ഐഡിയ. അതുപോലെ കുഞ്ഞിനെ എടുത്ത് നടന്നുകൊണ്ട് ഉറക്കാൻ ശ്രമിക്കുന്നത് പയ്യെ കുറച്ച് കൊണ്ടുവരണം. ഇനിഷ്യലി ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1.5 വീക്സ് ഒക്കെ അത് വേണ്ടി വരും. അപ്പോൾ എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ എൻ്റെ മമ്മിയാണ് എൻ്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്. മമ്മി എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു, പിന്നെ ചില സമയത്ത് ഹസ്ബൻഡ് എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. കാരണം നമുക്ക് ആ സമയം പറ്റില്ലല്ലോ. പക്ഷെ അതിനുശേഷം നമ്മൾ ഈ എടുത്തുകൊണ്ട് നടക്കുന്നത് മാക്സിമം കുറച്ച് കൊണ്ടുവരണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് ആണ് അതിന് കുറച്ച് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് അത് സ്ലീപ്പിംഗ് കണ്ടിന്യൂ ചെയ്യണമെന്ന് അത് നമ്മുടെ കംഫർട്ട് പോലെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് സ്ലീപ്പിംഗ് അത്ര കംഫർട്ടബിൾ അല്ല, കാരണം എനിക്കൊന്ന് വിജിലംബിച്ച് കിടക്കണമെങ്കിൽ അതത്ര സുഖമുള്ള കാര്യമല്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തൊട്ടിൽ ഓർഡർ ചെയ്തു. ആൻഡ് അബൌട്ട് തൊട്ടിലിനെ പറ്റി പറയുകയാണെങ്കിൽ, തൊട്ടിൽ നമുക്ക് ഒരുപാട് കാലം അത്ര യൂസ് ആവുന്ന കാര്യമല്ല. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ തൊട്ടിലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്ലീപ്പിംഗ് ഒക്കെ ചെയ്ത് കുഞ്ഞ് ഉറങ്ങിയതിന് ശേഷം രാത്രി ഒന്ന് മാറ്റി കിടത്താന്ന് വെച്ചാലും ഈ തൊട്ടിലിൽ കിടന്ന് കുട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചരിയുവാണെങ്കിൽ തൊട്ടിലും ചെറുതായിട്ടൊന്ന് ടിൽറ്റാവും.
അപ്പോൾ മോർണിംഗ് ടൈം ആണെങ്കിൽ നമുക്കതൊരു ഇഷ്യൂ അല്ല, നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നൈറ്റ് ടൈമിൽ അങ്ങനെ കുട്ടി ഒരുപാട് നേരം കംഫർട്ടബിൾ അല്ലാതെ കിടക്കേണ്ടി വന്നാലോ എന്ന് ഓർത്തിട്ട് അത് നടക്കുന്നില്ല. പ്രോപ്പർ ആയിട്ടുള്ള നല്ല തടിയുടെ ബലമുള്ള തൊട്ടിലുണ്ടോ, അല്ലെങ്കിൽ ഈ എന്താണ് ക്രിബ് പോലത്തെ സാധനങ്ങളുണ്ട്, തടിയുടെ അറ്റാച്ച് ടു ബെഡ് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും നല്ലത്. അതുപോലെ കുട്ടികളുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ മാറണമെന്ന് പറയാറില്ലേ? എല്ലാ കാര്യങ്ങളും അങ്ങനെ ആവണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മുടെ രീതിക്ക് അനുസരിച്ച് കുഞ്ഞിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് അറ്റ് പ്രസന്റ് രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കാനും ഉച്ചയ്ക്ക് കിടന്നുറങ്ങാനും ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുട്ടിയെ ആക്കിയിട്ടുണ്ട്. കുഞ്ഞു എൻ്റെ കൂടെ തന്നെ എണീക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ടേ എണീക്കുന്നുള്ളൂ. ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഇതുപോലെ നൈസായിട്ട് സ്ലീപ്പിംഗ് ചെയ്യുമ്പോൾ ഉറങ്ങും. അതുപോലെ കുട്ടിയെ ജസ്റ്റ് സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓവർ ഫീഡിങ് ആയി പോവാതിരിക്കാനാണ്. പക്ഷെ ചില സമയത്ത് ഈ സ്ലീപ്പിങ്ങിൻ്റെ ഇടയിൽ എനിക്ക് എടുത്തുകൊണ്ട് നടക്കാനുള്ള മടി കാരണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഫീഡ് ചെയ്യാറുണ്ട്. മോസ്റ്റ് കേസസ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒത്തിരി സമാധാനം കിട്ടുമ്പോൾ കുട്ടി തന്നെ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഓവർ ഫീഡായി പോവും. അപ്പോൾ എടുത്തു വെച്ച് ബർപ്പ് ചെയ്യാം. അല്ല, ഇപ്പോൾ ഉണരും, ഭയങ്കര സീനായിരിക്കുന്നുള്ള കേസാണെങ്കിൽ ഒരു 45 ഡേയ്സ് കഴിഞ്ഞ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ച് കിടത്തി ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി പുറകിൽ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്ലീപ്പിൻ്റെ പാറ്റേൺ വരുന്നത്. അടുത്തത് നമുക്ക് എങ്ങനെ മാക്സിമം ഉറങ്ങാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് എല്ലാവർക്കും വർക്ക് ആവുമോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഫോളോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 hours കൂടാതെ നോക്കിയാൽ മതി എന്ന് ഫീഡിങ്ങിന്, എസ്പെഷ്യലി അറ്റ് നൈറ്റ്. പകല് കുഞ്ഞങ്ങനെ ഭയങ്കര ഉറങ്ങുന്ന കുട്ടിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ പകല് മോസ്റ്റ്ലി ഡിമാൻഡ് ഫീഡിങ് ആയിരുന്നു. അതായത് കുഞ്ഞ് ഡിമാൻഡ് ചെയ്യുമ്പോഴൊക്കെ ഫീഡ് ചെയ്യാം. രാത്രി ആവുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഡിമാൻഡ് ഫീഡിങ് തന്നെയാണ്. എസ്പെഷ്യലി ഒരു 9 o'clock തൊട്ട് 10 o'clock വരെ ഒരു ക്ലസ്റ്റർ ഫീഡിങ് നടക്കാറുണ്ട്. ഞാൻ ഫോഴ്സ് ചെയ്യുന്നതല്ല, കൊച്ചു തന്നെ ഒരു ക്ലസ്റ്റർ ഫീഡിങ് പോലെ. അതായത് നമ്മൾ വിചാരിക്കും അയ്യോ പാല് കൊടുത്തിട്ട് ഒരുപാട് നേരം ആയില്ലല്ലോ എന്നിട്ട് എന്താന്ന്. പക്ഷെ അടുപ്പിച്ചടുപ്പിച്ചൊരു പാലുകൂടിയൊക്കെ ഉണ്ട്. അതിനുശേഷം കുഞ്ഞ് ഉറങ്ങുന്നു. അപ്പം ഞാൻ ഈ 4 hours എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നുണ്ട്. 4 hours അലാം വെക്കും. 4 hour കഴിയുമ്പോൾ ഞാൻ കറക്റ്റ് എണീക്കുന്നു. എന്നിട്ട് ഉണർത്താനാണ് ഏറ്റവും പാട്. ഇപ്പോൾ ഉണർത്താൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ കാലിലെ ഈ സോക്സ് മാറ്റിയിട്ട് ഇങ്ങനെ ഞൊട്ടി കൊടുക്കുക. അതാണ് എണീപ്പിക്കാനുള്ള ഒരു ടെക്നിക്ക്. വേറെ ഒന്നിലും എണീക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ രാത്രി നമ്മളൊരു 11 o'clock അല്ലെങ്കിൽ 12 o'clock എടുക്കാം. 12 o'clock ലാസ്റ്റ് ഫീഡ് എന്ന് വിചാരിക്കും. നമ്മളൊരു 4 o'clock എണീക്കുന്നു. ഒരു വിത്തിൻ 5-5:30 നമ്മൾ ഫീഡിങ് കഴിയുന്നു. നെക്സ്റ്റ് കുഞ്ഞ് പിന്നെയും ഉറങ്ങുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അവർ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. അപ്പോൾ 4+3 നമുക്ക് 7 hours ഓഫ് നാപ്പ് അവിടെ തന്നെ കിട്ടി. പിന്നെ ഉച്ചയ്ക്ക് ഇതുപോലെ കിടത്തി ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്ലീപ്പ് പിന്നെ നമുക്ക് എന്തെങ്കിലും സ്ലീപ്പ് മിസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തിരി ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയാൽ അതും കോമ്പൻസേറ്റ് ആവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, രാവിലെ എണീറ്റ് കുക്ക് ചെയ്യേണ്ട, അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിലാണ് ഇതൊക്കെ പോസിബിൾ. അതുപോലെ ഈ ഫീഡിങ്ങിൻ്റെ ടൈമിങ്സ് 4 hours എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ബേബിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഡിഫറെൻ്റ് ആയിട്ട് പറയുമായിരിക്കും. പക്ഷേ ഇനിഷ്യലി ഒരു 1.5 മാസം വരെ അങ്ങനെ ഫോളോ ചെയ്തു. ആഫ്റ്റർ ഒരു 6 weeks കഴിയുമ്പോൾ നമുക്ക് ഈ ഫീഡിങ്ങിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാം. ഇപ്പോൾ എൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ വിളിച്ചാലാണ് കുറിച്ച് എണീറ്റുകൊണ്ടിരുന്നത്. ഒരു 5 to 8 hours എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൊച്ച് എണീറ്റ് ഡിമാൻഡ് ചെയ്താൽ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ആക്ച്വലി നമ്മൾ എപ്പോഴും 2 മണിക്കൂറിൽ എണീറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 6 weeks കഴിഞ്ഞപ്പോഴേക്കും ഈ 4 hours എന്നുള്ളത് പയ്യെ ഞാൻ 5 hours ആക്കി, അത് കഴിഞ്ഞ് 6 ആക്കി, ഇപ്പോൾ 7 വരെ പോകുന്നുണ്ട്. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ എനിക്കും കൊച്ചിനും 7 hours ഇപ്പോൾ ഉറങ്ങാം. എന്തായാലും ഒരു 6-7 hours നമ്മൾ അലാം വെച്ചിട്ടുണ്ടാവണം. വീട്ടിലെ ജോലിയും കൂടി ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു 5-6 hours ഉറങ്ങാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞ് പയ്യെ ഉച്ചയ്ക്ക് ഇതുപോലെ സ്ലീപ്പ് റൂട്ടീൻ, നിങ്ങൾക്കൊന്ന് മയങ്ങണം എന്നുണ്ടെങ്കിൽ ആ റൂട്ടീൻ നിങ്ങളും കുഞ്ഞിനെ പഠിപ്പിച്ച് എടുക്കണം. അപ്പോൾ അടുത്തത് ഞാൻ മീ ടൈമിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. മീ ടൈം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2-3 മണിക്കൂറത്തെ റിലാക്സേഷൻ പീരീഡ് അല്ല, പക്ഷെ ചെറിയ ചെറിയ റിലാക്സിങ് മൊമെൻറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുറങ്ങുന്ന സമയത്ത് നിങ്ങൾ പണിയെടുക്കാൻ പോകരുത്.
എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ കൊച്ചുറങ്ങുമ്പോൾ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും കുഞ്ഞ് ഉണർന്നിട്ടുണ്ടാവും. പിന്നെ കൊച്ചിൻ്റെ കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കൊരു റിലാക്സിങ് പീരീഡ് ഇല്ല. അപ്പോൾ പണി എപ്പോൾ എടുക്കുമെന്ന് ചോദിക്കും കൊച്ചുണർന്നിരിക്കുമ്പോൾ. അപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. റിലാക്സ് ചെയ്ത് എന്തെങ്കിലും തിന്നുകൊണ്ട് ടി വി കാണേ, അല്ലെങ്കിൽ ഫോൺ സ്ക്രോൾ ചെയ്യാം. നിങ്ങൾക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് എന്തായാലും ഉറങ്ങണം. അതല്ല ഉറക്കം ശരിയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്യാം. കുഞ്ഞ് ഉണർന്നിരിക്കുമ്പോൾ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ട് നോക്കാനെന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പണികൾ ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോൾ വേറെ ആരും ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൊച്ചിനെ ഐ മീൻ കുഞ്ഞ് നമ്മളെ കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും നിന്നിട്ട് പണികൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൂമിലാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ബെഡിൽ കിടക്കുന്നു, നമ്മൾ ആ റൂമിലെ ക്ലീനിങ്, ഡ്രസ്സ് മടക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു. ഇനി നമുക്ക് വീട് തൂക്കാനുണ്ട്, പാത്രം കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ ഒരു വിസിബിലിറ്റിയിൽ എവിടെയെങ്കിലും കൊച്ചിനെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇവർ ഒരു കള്ളക്കരച്ചിലുണ്ട്, ജസ്റ്റ് ഒരു അറ്റൻഷൻ സീക്കിങ്ങിനും പിന്നെ എടുത്തുകൊണ്ട് നടക്കാനുമായിട്ട്. അപ്പോൾ അങ്ങനെ കരയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജസ്റ്റ് ഒന്ന് സമാധാനിപ്പിച്ചൊക്കെ വിട്ടിട്ട് പിന്നെയും കിടത്തുക. അഗെയിൻ ഇവരിത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പഠിക്കണം. അതാണ് ഏറ്റവും മെയിൻ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു, ഒരു 4-5 പാത്രങ്ങളും കൂടി കഴുകാനുണ്ട്. കൊച്ച് കരയുന്നത് കേട്ടോണ്ട് അയ്യോ എൻ്റെ കൊച്ചേന്നും പറഞ്ഞ് ഞാൻ ഓടിക്കഴിഞ്ഞാൽ അവിടെ എൻ്റെ പണി പെൻഡിങ് ആവുകയാണ്, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ സമയം കൊച്ച് കരയുമ്പോഴും മനസ്സുരുകാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി പണിയും നടക്കില്ല. ഓക്കെ, പകുതി പണിയും നടക്കില്ല, അല്ലെങ്കിൽ ഇതുപോലെ പെൻഡിങ് വർക്കായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ചില കരച്ചിലുകൾ, അതായത് ഈ കള്ളക്കരച്ചിലുകൾ നമുക്ക് ഇഗ്നോർ ചെയ്യാം. കരഞ്ഞെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കൊച്ചിൻ്റെ വയറ് വിശന്നിട്ടല്ല കരയുന്നത്, അല്ലെങ്കിൽ ഡ്രസ്സ് നനഞ്ഞിട്ടോ അങ്ങനെ ഒന്നും അല്ല കരയുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ക്രൈസൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുക, കഴിച്ച പകുതിയായി, ഇത്തിരിയും കൂടിയുണ്ട്, ആ സമയത്ത് കുഞ്ഞ് കരയുവാണെങ്കിൽ, ഇതുപോലത്തെ കരച്ചിൽ കരയുവാണെങ്കിൽ ഇഗ്നോർ ചെയ്യുക, ഒന്നും സംഭവിക്കില്ല. ഒരു ഇത്തിരി നേരം കരഞ്ഞെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. സോ ഇങ്ങനെയൊന്നും ചെയ്യാതെ ഈ കരയുമ്പോഴൊക്കെ അയ്യോ പത്തോന്ന് പറഞ്ഞ് ഓടിയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല, എനിക്കൊന്നും സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം കൊച്ചിന് വേണ്ടി, അങ്ങനെ ത്യാഗമൊന്നും സഹിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. ഇല്ല, കൊച്ചുങ്ങളായാൽ കരയും. അപ്പോൾ വാവിട്ട് അലറി ഏങ്ങലടിച്ച് കരയുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, കള്ളക്കരച്ചിലുകളുടെ കാര്യമാണ്. പിന്നെ ഒരു പ്രശ്നം എവിടെയാണ് വരുന്നത് വെച്ചാൽ, ഇപ്പം എന്തെങ്കിലും പഠിക്കുന്ന ആൾക്കാരാണ്, കുറച്ച് കൂടുതൽ നേരം ഇരിക്കുകയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ചുറ്റും ആൾക്കാരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് നടക്കുകയുള്ളൂ. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ആദ്യത്തെ 1-2 മാസത്തേക്ക് എൻ്റെ മമ്മിക്ക് 1 മന്ത് ലീവ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2 മാസത്തോളം ഇവിടെ ഹെൽപ്പിന് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്മൂത്തായി തന്നെയാണ് പോയത്. ഇപ്പോഴാണെങ്കിലും എൻ്റെ ഗ്രാൻഡ് മദർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഡേ ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ഇടയ്ക്ക് എനിക്ക് കൊച്ചിനെ അമ്മൂമ്മയെ ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകാൻ പറ്റാറുണ്ട്. ആൻഡ് ഈവനിങ് ഇപ്പോൾ ഹസ്ബൻഡിന് വർക്ക് ഫ്രം ഹോം ആണ്, എന്നാൽ ചില ദിവസം പോകേണ്ട ആവശ്യമുണ്ട്. ഈവനിങ് വന്നു കഴിഞ്ഞാൽ കൊച്ചിനെ നോക്കും. അപ്പോൾ പാർട്ട്നേഴ്സ് സപ്പോർട്ടീവ് ആയിരിക്കേണ്ടതും ഈ സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോർട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ നോക്കുന്നത് മാത്രമല്ല, കൊച്ചിൻ്റെ കാര്യത്തിൽ ഫുൾ ഇൻവോൾവ്മെൻറ്റും വേണ്ടതാണ്. ഇപ്പോൾ അവർ ജോലിക്ക് പോയി തിരിച്ചു വരുന്നതാണെങ്കിൽ കൂടി കൊച്ചിൻ്റെ കാര്യം എൻ്റെ ഏരിയ അല്ല എന്ന് പറയുന്നത് വളരെ മോശമാണ്. അവരും ഡയപ്പർ ചേഞ്ച് ചെയ്യാനും പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഇടയ്ക്കൊക്കെ ചെയ്യുകയും വേണം. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് നമുക്കൊന്ന് റിലാക്സ് ചെയ്യുക, കിടക്കുകയോ എടുക്കുകയൊക്കെ വേണമെങ്കിൽ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കാനും ഒക്കെ വില്ലിങ് ആയിരിക്കണം. അപ്പോൾ താങ്ക്ഫുള്ളി എൻ്റെ ഗ്രീൻ ഫോറസ്റ്റ് ആയ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിലൊക്കെ. അപ്പോൾ മെയിനായിട്ട് ഇത്രയേ പറയാനുള്ളൂ. ആൻഡ് ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വർക്കാവണമെന്നില്ല, കാരണം എല്ലാ ബേബീസും ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ, അതായത് ഒരു കുഞ്ഞിൻ്റെ 3 മാസം വരെയുള്ള ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അത് കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്കും അറിയില്ല. ഞാൻ ഫിഗർ ഔട്ട് ചെയ്താലേ പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കിട്ടുള്ളൂ. ആൻഡ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സോ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.